കേരള തീരത്തിനോട് ചേർന്ന് കടലിൽ തീപിടിച്ച കപ്പൽ വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിൽ അതീവ ഗുരുതര രാസവസ്തുക്കൾ അടങ്ങിയ 157 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 50 കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത്. അഴീക്കലിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം ഉണ്ടായത്. അതീവ ഗുരുതര രാസവസ്തുക്കൾ അടങ്ങിയ വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. 157 കണ്ടെയ്നറുകൾക്കകത്താണ് ഇത്തരത്തിൽ അതീവ ഗുരുതര രാസവസ്തുക്കൾ ഉള്ളത്. ഇവയിൽ 50 കണ്ടെയ്നറുകൾ തീ പടർന്ന് കടലിൽ പതിച്ചു. 3, 4.1, 4.2, 6.1 എന്നീ ക്ലാസുകളിൽ ഉൾപ്പെടുന്ന തീപിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങൾ കൂട്ടിയുരസുമ്പോൾ സ്വയം തീപിടിക്കുന്നതും വായുവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്നതും ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരമാകുന്നതുമായ ഉൽപ്പന്നങ്ങളാണുള്ളത്. അതേസമയം കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കപ്പലിൽ എന്തൊക്കെയാണുള്ളതെന്ന് പറയാൻ കഴിയൂവെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇല്ല, അതിപ്പോൾ ഏത് എൻവയോൺമെന്റിനെയാണോ മറ്റെന്തോ ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇല്ല, മത്സ്യത്തൊഴിലിൻ്റെ ആശങ്ക ആദ്യത്തിൽ നമുക്ക് മാറി. അവരാദ്യം തെറ്റായ പ്രചരണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ആശങ്കയാണ്. അത് മാറി സംസ്ഥാന ഗവൺമെൻറ് അവരെ സഹായിക്കാൻ എല്ലാവർക്കും താൽക്കാലിക സാമ്പത്തിക സഹായവും ഒപ്പം റേഷനറി സൗജന്യമായും കൊടുക്കുന്ന സാഹചര്യങ്ങളടക്കം സ്വീകരിച്ച് സഹായിച്ചു. നിലവിൽ തീരത്ത് നിന്ന് 88 കിലോമീറ്റർ അകലെയാണ് കപ്പൽ സ്ഥിതി ചെയ്യുന്നത്. കേരള തീരത്ത് അപകടം ബാധിക്കില്ലെങ്കിലും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ അത് നേരിട്ട് സ്പർശിക്കരുതെന്നും ജനങ്ങൾ കുറഞ്ഞത് 200 മീറ്റർ അകലെ മാറി നിൽക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച രാവിലെയാണ് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്കിടയിൽ തീരത്ത് നിന്ന് 130 കിലോമീറ്റർ അകലെ വെച്ച് കപ്പലിൽ തീപിടുത്തമുണ്ടായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.